ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ആരോ മന്ത്രിച്ചു, നമ്മൾ ഇരുവരും മാത്രമായി ഒരു വഞ്ചിയെ സവാരി പോകുമെന്ന്. ഒരു ദിക്കിലേക്കുമല്ലാത്ത, അന്തമല്ലാത്ത, നാട്ടിൽ ആർക്കും ഒരറിവുമില്ലാത്ത ഒരു യാത്ര. ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഉയരുന്നത് ഈ മനോഹരമായ ഗ്രന്ഥത്തിലേക്ക് തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നോബൽ സമ്മാനത്തിന് അർഹമായ ഗീതാഞ്ജലി. ഇത് യഥാർത്ഥത്തിൽ ഒരു സന്യാസിയുടെ, പ്രത്യേകിച്ച് ആത്മാർപ്പണം ചെയ്ത പ്രാണനാഥന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സന്യാസിയുടെ ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ തന്നെയാണ്. എത്ര ആഴമായൊരു ധ്യാനമാണ് ഈ ഗ്രന്ഥം നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന് ഇത് വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ദൈവവും ആത്മാവും തമ്മിലുള്ള ആഴമായൊരു ഹൃദയ ബന്ധത്തിൻ്റെ സാഹിത്യ ആവിഷ്കാരമാണ് നാം ഇവിടെ കാണുന്നത്. ആത്മാവിൻ്റെ എല്ലാ അനുഭവങ്ങളും അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു സ്നേഹിതനെ പോലെ ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരാത്മാവിൻ്റെ സ്നേഹ മന്ത്രണങ്ങൾ, അതാണ് ഈ ഗ്രന്ഥത്തിലുടനീളം നാം കാണുന്നത്. സമ്പൂർണ്ണ ആശ്രയം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ആത്മാവ് സ്വയം തന്നെ ഭരമേൽപ്പിക്കുന്നത് പോലും നമുക്കിവിടെ കാണാം. ചില വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നിന്റെ എല്ലാ ഭാരവും ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവൻ നിന്നോടൊപ്പം ഉണ്ടല്ലോ, എല്ലാം അവന് നീ വിട്ടുകൊടുക്കൂ. യഥാർത്ഥത്തിൽ ഒരാത്മാവിൻ്റെ ദാഹം മുഴുവൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്, സംതൃപ്തമാക്കപ്പെടുകയാണ്. നിന്റെ നിവേദ്യങ്ങളെ നീ നിന്റെ അഭിലാഷ സ്പർശനത്തിൽ നിന്നും വിമുക്തമാക്കുക. യഥാർത്ഥത്തിൽ ഒരു ഇരുണ്ട രാത്രി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആത്മാവ് എങ്ങനെയാണ് ഈ ഇരുണ്ട വികാരങ്ങളിൽ നിന്ന് സ്വയം സ്വതന്ത്രനായി ദൈവാത്മാവിൻ്റെ മേഖലകളിലേക്ക് വ്യാപരിക്കേണ്ടതെന്ന് മനോഹരമായി സാഹിത്യത്തിൻ്റെ ആഴങ്ങളിലൂടെ ഈ ഗ്രന്ഥം അവതരിപ്പിക്കുകയാണ്. നാമൊക്കെ കേട്ടിട്ടുള്ള മനോഹരമായൊരു കഥ, അത് ടാഗോറിൻ്റെ ഈ കഥ കോട്ട് ചെയ്യാത്ത ഒരൊറ്റ ധ്യാനപ്രസംഗങ്ങൾ പോലും ഉണ്ടായില്ല. കാരണം ഒരു രാജാവ് യാചകന്റെ മുൻപിൽ യാചിക്കുന്ന ഒരു മനോഹരമായ കഥ, ആ കഥ ഇവിടെയുണ്ട്. 50-ാം അധ്യായത്തിൽ, ഞാൻ നിന്നിടത്ത് ആ തേര് വന്ന് നിന്നു, അങ്ങയുടെ ദൃഷ്ടികൾ എൻ്റെ മേൽ പതിഞ്ഞു, അങ്ങ് എന്നോട് മന്ദസ്മിതത്തോടെ ചോദിച്ചു, എന്താണ് നിന്റെ പക്കലുള്ളത് എനിക്ക് തരാൻ? ഇതെന്തൊരു രാജകീയ തമാശ! അങ്ങയുടെ ഉള്ളം കൈ എൻ്റെ നേർക്ക് നീട്ടിപ്പിടിക്കുകയോ? എന്നിട്ടും അത്ഭുത പരതന്ത്രനായ ആ യാചകൻ തൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് 1 മണി അരി ആ രാജാവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. രാത്രിയിൽ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഭിക്ഷയെല്ലാം ഞാൻ തറയിൽ കുടഞ്ഞിട്ടു. അപ്പോഴതാ അതിലൊരു സ്വർണ്ണ നാണ്യം. എൻ്റെ അത്ഭുതം അവർണ്ണനീയമായി. ഇനിയുള്ള വരികളാണ് യഥാർത്ഥത്തിൽ അത് വായിക്കുമ്പോൾ നാം പോലും കരഞ്ഞു പോകുന്ന വരികളാണ്. ഒപ്പം കരഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തു, എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് തരാനുള്ള ഹൃദയം എനിക്കില്ലാതെ പോയല്ലോ. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന യാചകനായ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ അവൻ അതെല്ലാം തിരിച്ചു തരുമെന്ന്, വലിയ നിധികളാക്കി തിരിച്ചു തരുമെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു ധ്യാനം. ഇത്രയും മനോഹരമായ ധ്യാനമടങ്ങുന്ന ഈ ഗ്രന്ഥം, ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥ വായനയോടൊപ്പം ചേർത്ത് വെച്ച് നാം വായിക്കേണ്ടതാണ്. നമ്മുടെ കർമ്മല വിശുദ്ധരായ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ, വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ഒക്കെ ആഴമായ ആത്മീയ അനുഭവങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു സാരസംഗ്രഹം നമുക്കിവിടെ ദർശിക്കാനാവും. ദയവായി എല്ലാവരും ഈ ഗ്രന്ഥം വായിക്കണം. വളരെ ചെറുതാണ്, വളരെ കുറച്ച് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ധ്യാനിക്കാൻ, ഭാവാത്മകമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു ഗ്രന്ഥം. നന്ദി.